അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മളൊക്കെ സ്വർഗം ആഗ്രഹിക്കുന്ന ആളുകളാണല്ലോ. എന്നാൽ സ്വർഗം പ്രതീക്ഷിക്കുന്ന 4 വിഭാഗം ആളുകളുണ്ട്. ഇന്നൽ ജന്നത്ത മുഷ്താഖത്തുൻ ഇലാ അർബഅത്തി നഫർ. 4 വിഭാഗം മനുഷ്യരെ സ്വർഗം കാത്തിരിപ്പാണ്. ആ വിഭാഗത്തിൽപ്പെടാൻ നമ്മൾ കഠിനാധ്വാനം ചെയ്യേണ്ടതുണ്ട്. അതിൽ ഒന്നാമത്തെ വിഭാഗമാണ് ഇലാ മുത്ഇമിൽ ജിആൻ. വിശക്കുന്ന ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുക. ഇസ്ലാമിൽ അതിന് വലിയ പുണ്യമുള്ള ഒരു കാര്യം കൂടിയാണത്. നമ്മുടെ സമൂഹത്തിൽ എത്രയെത്ര മനുഷ്യർ വളരെ പ്രയാസപ്പെട്ട് പട്ടിണി കിടന്ന് ബുദ്ധിമുട്ടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അത്തരം മനുഷ്യരിലേക്ക് നമ്മുടെ സമ്പാദ്യങ്ങളെത്തി അവർക്ക് വേണ്ട ഭക്ഷണങ്ങൾ കൊടുക്കുന്ന ആളുകളായി നമുക്ക് മാറേണ്ടതുണ്ട്. നമ്മൾ എത്ര സമ്പത്തുകൾ നമ്മൾ അനാവശ്യമായിട്ട് ധൂർത്തായിട്ട് നമ്മൾ ചെലവഴിച്ചു പോകുന്നുണ്ട്. എന്നാൽ ഇത്തരം പാവപ്പെട്ട ആളുകളെ, പ്രയാസം അനുഭവിക്കുന്ന ആളുകളിലേക്ക്, വിശക്കുന്നവർക്ക് നമ്മൾ ഭക്ഷണം എത്തിച്ചു കൊടുക്കുക. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടു, അയ്യുൽ ഇസ്ലാമി ഖൈർ, നബിയെ ഇസ്ലാമിൽ ഏറ്റവും നല്ല കാര്യമേതാ നബിയെ? ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു കാര്യം, തുത്ഇമു ത്വആം, നിങ്ങൾ ഭക്ഷണം നൽകുക. ഭക്ഷണം നൽകുന്നതിന് തന്നെ ഇസ്ലാമിൽ വലിയ പ്രാധാന്യം ഉണ്ട് എന്ന് ഈ ഒരു ഹദീസിലൂടെ നമുക്ക് വ്യക്തമാകുന്നുണ്ട്. അപ്പോ അത് തന്നെ വിശക്കുന്ന മനുഷ്യരാകുമ്പോൾ അതിൻ്റെയൊക്കെ മഹാത്മ്യം, പ്രതിഫലം കൂടുകയാണ്. അപ്പൊ അതുകൊണ്ട് സ്വർഗം കാത്തിരിക്കുന്ന ഒരു വിഭാഗത്തിൽ നമുക്ക് പെടണമെങ്കിൽ ഇങ്ങനെ വിശപ്പനുഭവിക്കുന്ന മനുഷ്യർക്ക് നമ്മൾ ഭക്ഷണം നൽകുക. രണ്ടാമത്തെ ഒരു വിഭാഗത്തെ പറയുന്നു വഹാഫിദുൽ ലിസാൻ, നാവിനെ സൂക്ഷിക്കുന്ന മനുഷ്യര്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഒരു വലിയ അനുഗ്രഹമാണല്ലോ നാവ് എന്നുള്ളത്. നമ്മുടെ സമൂഹത്തിൽ എത്ര മനുഷ്യര് സംസാരിക്കാൻ കഴിയാത്ത ആളുകളുണ്ട്. നൊന്തു പ്രസവിച്ച ഉമ്മയെപ്പോലും ഉമ്മ എന്ന് വിളിക്കാൻ കഴിയാത്ത എത്ര മനുഷ്യരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരിശുദ്ധമാക്കപ്പെട്ട കലാം ഖുർആൻ ഓതാൻ കഴിയാത്ത എത്ര മനുഷ്യരുണ്ട്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സംസാരിക്കാനുള്ള ശേഷി നൽകി, അതിനുള്ള എല്ലാ കഴിവും നമുക്ക് നൽകി. എന്നാൽ ആ നാവിന് നമ്മൾ ഏറ്റവും സൂക്ഷ്മതയോടുകൂടെയാണ് ഉപയോഗിക്കേണ്ടത്. അതാണല്ലോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒക്കെ പല സന്ദർഭങ്ങളിലും വായിൽ കല്ല് ഇട്ടിട്ടാണ് നടക്കാറുള്ളത്. ഞാൻ എന്തെങ്കിലും അബദ്ധത്തിൽ സംസാരിച്ചു പോകുമോ, ആവശ്യമില്ലാത്തതിൽ എന്തെങ്കിലും ഇടപെടുമോ എന്നാണ് അവരൊക്കെ പേടിച്ചത്. അവരൊക്കെ സ്വർഗം ഉറപ്പിച്ച ആളുകളാണ്. അവർ പോലും അത്ര സൂക്ഷ്മതയോടുകൂടെ നാവിനെ ഉപയോഗിച്ചു. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ടല്ലോ, മൻ സ്വമത്ത നജ, ഒരാള് മിണ്ടാതിരുന്നാൽ അവൻ വിജയിച്ചിരിക്കുന്നു. ആവശ്യമുള്ള വിഷയങ്ങളിൽ നമ്മൾ ഇടപെടുക, ആവശ്യമില്ലാത്ത വിഷയങ്ങളിൽ നമ്മൾ നാവിനെ ഉപയോഗിക്കാതിരിക്കുക. എന്റെ നാവ് കൊണ്ട് ഒരാളെയും ഞാൻ വിഷമിപ്പിക്കൂല, ഒരാളെയും വേദനിപ്പിക്കൂല, ഒരാളെയും ഗീബത്ത് പറയൂല എന്ന ഒരു ഉറച്ച തീരുമാനം നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അങ്ങനെ സൂക്ഷ്മതയോടെ നമ്മുടെ നാവിനെ നമ്മൾ ഉപയോഗിച്ചാൽ നമ്മൾ സ്വർഗം കാത്തിരിക്കുകയാണ്. ആ ഒരു വിഭാഗത്തിൽ നമുക്ക് പെടണം. മൂന്നാമത്തെ ഒരു വിഭാഗം വതാലിൽ ഖുർആൻ, പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുകൾ. വിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ എത്രയാ അതിൻ്റെയൊക്കെ പ്രതിഫലം നമുക്ക് ലഭിക്കുന്നത്. ഖുർആനിലേക്ക് ഒരു മനുഷ്യൻ ഇങ്ങനെ നോക്കിയിരുന്നാൽ വരെ വലിയ പ്രതിഫലമാണ്. ആ ഖുർആൻ ഓതുകയാണെങ്കിൽ, അത് വുളുവോടുകൂടെയാണെങ്കിൽ, നിസ്കാരത്തിലാണെങ്കിൽ, പള്ളിയിൽ വെച്ചാണെങ്കിൽ അതിൻ്റെയൊക്കെ മഹത്വങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്നു. ഒരു തവണ ഓതിയാൽ തന്നെ 10 ഖത്ം ഓതിയ പ്രതിഫലം ലഭിക്കുന്ന സൂറത്ത് യാസീൻ. ഇങ്ങനെ വലിയ മഹത്വമുള്ള സൂറത്തുകളും ആയത്തുകളും അടങ്ങിയ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ, അത് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കി നമ്മൾ മാറ്റിയാൽ നാളെ സ്വർഗം കാത്തിരിക്കുന്ന ഒരു വിഭാഗത്തിൽ നമുക്ക് പെടാൻ സാധ്യമാകും. ഇന്ന് നമ്മൾ തീരുമാനിക്കണം, പരിശുദ്ധമാക്കപ്പെട്ട റമദാനാണ്. റമദാൻ എന്ന് പറഞ്ഞാൽ ഖുർആനിന്റെ വാർഷിക മാസം കൂടെയാണല്ലോ. ഈ റമദാൻ നമ്മൾ തീരുമാനിക്കുക, ഒരു ദിവസവും ഞാൻ ഖുർആൻ ഓതാത്ത ഒരു ദിവസം ഉണ്ടാകൂല. അത് തന്നെ ഞാൻ ഖുർആൻ നോക്കി തന്നെ ഓതും. അങ്ങനെ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ട് ഖുർആൻ മാറണം. ആ രൂപത്തിൽ നമ്മുടെ ജീവിതം നമ്മൾ ചിട്ടപ്പെടുത്തിയാൽ നമുക്ക് സ്വർഗം പ്രതീക്ഷിക്കാം. നാലാമത്തെ ഒരു വിഭാഗത്തെ പറയുന്നു വസ്വാഇമി ഷഹ്രി റമദാൻ,
പരിശുദ്ധമാക്കപ്പെട്ട റമദാനിൽ നോമ്പനുഷ്ഠിക്കുന്ന ആളുകൾ, റമദാനിൽ നമ്മളിങ്ങനെ വെറുതെ വിശപ്പ് മാത്രം സഹിച്ച് അത് മാത്രമാകരുത് നമ്മുടെ നോമ്പ്, നമ്മുടെ വയറിന് മാത്രമാകരുത്. നമ്മുടെ നാവിന് നോമ്പുണ്ടാക്കണം, നമ്മുടെ കണ്ണിന്, നമ്മുടെ ചെവിക്ക്, അതുപോലെ നമ്മുടെ എല്ലാ അവയവങ്ങൾക്കും നോമ്പുണ്ടാകണം. നമ്മൾ ഒരാളെയും കുറ്റം പറയുന്നവരാകരുത്, മറ്റുള്ള ആളുകൾക്ക് ഇഷ്ടമില്ലാത്തത് പറയുന്നവരാകരുത്. നമുക്ക് കാണാൻ പറ്റാത്ത അശ്ലീലങ്ങൾ കാണരുത്, കേൾക്കാൻ പറ്റാത്തത് നമ്മൾ കേൾക്കരുത്. ഇങ്ങനെയുള്ള നമ്മളെ ശരീരത്തെ, എല്ലാ അവയവങ്ങളെയും എല്ലാവിധ തെറ്റുകളിൽ നിന്നും നമ്മൾ സംരക്ഷിച്ച് നല്ല നിലയിൽ നമ്മൾ നോമ്പനുഷ്ഠിച്ചാൽ, മുത്തുനബി പഠിപ്പിക്കുന്നുണ്ടല്ലോ, മൻ സോമ റമദാന ഈമാനം ഇഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ഒരു മനുഷ്യൻ വിശ്വാസത്തോടെയും കൂലി പ്രതീക്ഷിച്ചും റമദാനിലെ നോമ്പനുഷ്ഠിച്ചാൽ അവന്റെ കഴിഞ്ഞുപോയ പാപങ്ങളൊക്കെ പൊറുക്കുമെന്ന്. അപ്പൊ അത്രയും പ്രതിഫലമുള്ള ആ നോമ്പ്, അതിന്റെ എല്ലാ കണ്ടീഷനുകളും പാലിച്ച് നോമ്പനുഷ്ഠിച്ചാൽ നമുക്ക് നാളെ സ്വർഗം ലഭിക്കും. ആ സ്വർഗം നമ്മളെ കാത്തിരിക്കുകയാണ്. ഈ പറയപ്പെട്ട 4 വിഭാഗം ആളുകളിൽ നമുക്ക് പെടണം. അതിന് ഈ പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ ഹേതുവാണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് തരുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.